ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും അന്നകന്നാസ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബിൻസി ജോഷി. ഞാൻ കഴിഞ്ഞ വർഷം IFB വാഷിംഗ് മെഷീൻ പുതിയത് വാങ്ങിയപ്പോൾ അതിൻ്റെ ഇൻസ്റ്റലേഷനും അതിൻ്റെ പ്രോസസ്സിങ്ങും ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു യൂട്യൂബ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യാൻ വന്ന ടെക്നീഷ്യൻ, IFBയുടെ ടെക്നീഷ്യൻ വളരെ നന്നായിട്ടാണ് അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം ഡിസ്ക്രൈബ് ചെയ്ത് തന്നത്. അതുകൊണ്ട് തന്നെ ആ യൂട്യൂബ് വീഡിയോ വളരെയധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ വീഡിയോയ്ക്ക് 48Kക്ക് മുകളിൽ വ്യൂസും ഉണ്ട്. ആ വീഡിയോയ്ക്ക് താഴെ ധാരാളം കമൻസും അതുപോലെ തന്നെ അവരുടെ സംശയങ്ങളൊക്കെ ആ വീഡിയോയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഒരു എറർ കാണിക്കാൻ വേണ്ടിയാണ്. അത് എറർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. നമ്മൾ ഇപ്പോൾ 2-3 ദിവസമായി തുടങ്ങിയിട്ട് ഞാൻ ഇപ്പോൾ ടെക്നീഷ്യനെ വിളിച്ചിട്ടുണ്ട്. അയാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മളൊന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ആ പുള്ളി പറഞ്ഞായിരുന്നു, ഒരു ടിപ്പ് പറഞ്ഞു തന്നായിരുന്നു, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് പറ്റുന്നില്ലെങ്കിൽ എന്നെ വിളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വാഷിംഗ് മെഷീനിൽ വാഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഡോറ് തുറക്കാനായിട്ട് വരുമ്പോൾ നമുക്കൊരു 2 ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് കാണിക്കുന്നത്. അതിൽ ഒന്ന് ഡോറൻ്റാണ്, അതിനിപ്പുറത്ത് കാണിക്കുന്നത് പിന്നെ എറർ എന്ന് പറഞ്ഞുള്ള ഒരു ലൈറ്റാണ് ബ്ലിങ്ക് ചെയ്ത് കാണിക്കുന്നത്. 2 ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പം ഡോറൻ്റ് ആകുമ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് ഡോറ് തുറക്കാം അല്ലേ. നമ്മൾ ഡോറ് തുറക്കാൻ നോക്കുമ്പോഴത്തേക്കും ഡോറ് തുറക്കാൻ പറ്റുന്നില്ല, എന്നാൽ ഡോറൻ്റ് കാണിക്കുന്നുമുണ്ട്. ഇതാണ് ഇതിനകത്തൊരു പ്രശ്നം. പിന്നെ അതിനകത്ത് ചില ദിവസം ഒരു പ്രാവശ്യം നോക്കിയപ്പോഴത്തേക്കും എററൊന്നും കാണിക്കാതെ തന്നെ ഈ പ്രോബ്ലം വരുന്നുണ്ട്. ഇന്നിപ്പോൾ എറർ കാണിക്കുന്നുണ്ട്. എറർ കാണിക്കാതെയും ഈ പ്രോബ്ലം വന്നായിരുന്നു. അതായത് എററിൻ്റെ അവിടെ ബ്ലിങ്ക് ചെയ്യാതെ ഡോറൻ്റ് കാണിച്ചിട്ട് വെറുതെ നോക്കുമ്പോൾ നമുക്ക് ഡോറ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇപ്പോൾ 3 പ്രാവശ്യമായി ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ട്. ഞാനിപ്പം പവർ ബട്ടൺ ഓഫ് ചെയ്തപ്പോഴാണ് ഈ ബീപ്പ് സൗണ്ട് കേട്ടത്. സാധാരണ രീതിയിൽ നമ്മൾ വാഷിംഗ് മെഷീൻ്റെ ഫങ്ഷനൊക്കെ തീർന്നു കഴിഞ്ഞ് പവറും ഓഫ് ചെയ്ത് സ്വിച്ച് ബോർഡിൽ നിന്ന് നമ്മൾ പവർ കണക്ഷൻ മാറ്റിയിടുമല്ലോ, ആ സമയത്ത് സൗണ്ടൊന്നും കേൾക്കാറില്ലാത്തതാണ്. പക്ഷേ ഇപ്രാവശ്യം സൗണ്ട് കേൾക്കുന്നുണ്ട്. പവർ പ്ലഗ് ഓഫ് ചെയ്തിട്ടതിന് ശേഷം ഞാനൊന്ന് പതുക്കെ ഒന്ന് വലിച്ചു നോക്കി ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന്. പക്ഷേ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമ്മളോട് ടെക്നീഷ്യനെ വിളിച്ച് ചോദിച്ചപ്പോൾ ടെക്നീഷ്യൻ പറഞ്ഞത് ഒന്ന് പ്രസ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. നമ്മൾ ഈ ഡോറിൻ്റെ ആ നടുക്കുള്ള ഭാഗത്തിൽ ഗ്ലാസ് പോലെ ഇരിക്കുന്ന ഭാഗത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞായിരുന്നു. അന്നേരം ചിലപ്പം പോരണ്ടാണ്, ഒന്ന് പ്രസ് ചെയ്ത് നോക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു ദിവസം നമ്മളങ്ങനെ പ്രസ് ചെയ്തപ്പം പെട്ടെന്ന് തന്നെ ഒന്ന് പ്രസ് ചെയ്തു, അന്നേരം തന്നെ തുറക്കാൻ പറ്റിയതാണ്. കഴിഞ്ഞ ദിവസമൊക്കെ അത് 2 ദിവസം മുമ്പ് അങ്ങനെ നോക്കി പ്രസ് ചെയ്തു തുറന്നു പോയതാണ്. പക്ഷേ ഇന്നിപ്പം പ്രസ് ചെയ്ത് നോക്കിയിട്ടും പോരുന്നില്ല. അപ്പോൾ ഞാൻ വേറൊരു മെത്തേഡ് നോക്കാമെന്ന് ഓർത്തു. ഞാൻ എൻ്റെ കാറ്റലോഗ് ഉണ്ടായിരുന്നില്ല, കാറ്റലോഗിൽ നോക്കിയപ്പോഴത്തേക്ക് അവർ പറയുന്നത് ഡോർ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. എന്ത് ചെയ്താലാണ് അതിനകത്ത് ഒരിതുണ്ടല്ലോ, സ്റ്റാർട്ട് പോസ് എന്ന് പറഞ്ഞൊരു ബട്ടണുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് പ്രോഗ്രാം ക്യാൻസൽ പ്രസ് ഫോർ 3 സെക്കൻഡ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ, അവിടെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും പവർ പ്ലഗ് കുത്തി മെഷീൻ ഓണാക്കി വീണ്ടും നമ്മുടെ ഈ പറഞ്ഞ പ്രോഗ്രാം ക്യാൻസൽ പ്രസ് ഫോർ 3 സെക്കൻഡ്സ് കാണിക്കുന്നില്ലേ, അവിടെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. 3 സെക്കൻഡ് നേരം പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. അന്നേരം നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം. പോസ് ബട്ടണിൽ പ്രസ് ചെയ്ത് 3 സെക്കൻഡല്ല, അതിന് കുറച്ചുകൂടി സമയം പ്രസ് ചെയ്തിട്ടും അതിനൊരു മാറ്റവും വന്നിട്ടില്ല. അവിടെ ലൈറ്റൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. പ്രോഗ്രാമിൻ്റെ ഓരോ സ്ഥലത്തേക്ക് നമ്മൾ മാറ്റിയിടുന്ന ഇതുണ്ടല്ലോ പ്രോഗ്രാം, അതൊക്കെ വന്നു, ലൈറ്റൊക്കെ തെളിഞ്ഞു. പക്ഷേ അത് വീണ്ടും നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് ഡോർ ഓപ്പണൊന്നും ആയിട്ടില്ല. പിന്നെ ഞാനത് ഇപ്പം നമുക്ക് ഡോർ ഓപ്പൺ ആകുന്നില്ല. പക്ഷേ ഡോർ ഓപ്പണിൻ്റെ അവിടെയാണ് നേരത്തെ ഒരു എററില്ല, എററിൻ്റെ ആ ലൈറ്റ് തെളിയുന്നില്ല. ഇപ്പോൾ ആ ഡോർ ഓപ്പണിൻ്റെ ലൈറ്റ് മാത്രമേ തെളിയുന്നുള്ളൂ. അപ്പോൾ ഞാനതുകൊണ്ട് ഇത് വീണ്ടും അത് പവർ ഓഫ് ചെയ്തു. ഇപ്പോൾ പവർ ഓഫ് ചെയ്തപ്പോൾ നമുക്ക് സൗണ്ടൊന്നും കേട്ടിട്ടില്ല. വീണ്ടും ഒന്ന് ഞാൻ പ്രസ് ചെയ്ത് നോക്കി, നോക്കാവും നോക്കി. അപ്പം ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചു. അപ്പം പിറ്റേ ദിവസം നാളെ രാവിലെ നോക്കാമെന്ന് ഓർത്തു. പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോഴത്തേക്കും ആദ്യം ഒന്ന് പ്രസ് ചെയ്തിട്ട് വന്നിട്ടില്ല. പിന്നെ പിറ്റേ ദിവസം രാവിലത്തേതാണിത്. ആദ്യം ഒന്ന് കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടി നോക്കിയിട്ട് പിന്നെ വലിച്ചു നോക്കിയപ്പോഴത്തേക്കും ഡോർ ഓപ്പൺ ചെയ്യും.
അങ്ങനെയാണ് ഇപ്പം സംഭവിച്ചിരിക്കുന്നത്. ഇപ്പം ഡോർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതെന്ത് പരിപാടിയാണെന്ന് അറിയത്തില്ല. ഇതിപ്പം 2-3 ദിവസമായി. ഇപ്പം ഇനി എന്നാണേലും ടെക്നീഷ്യൻ വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നു. ഇപ്പം 3-4 പ്രാവശ്യം ആയതുകൊണ്ട് ടെക്നീഷ്യൻ വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നു. IFB ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.